ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ച നയൻതാര ധനുഷ് താരപ്പോര്. നടിയായ നയൻതാര, സംവിധായകനായ വിഘ്നേഷ് ശിവൻ. ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായി. ഇവരുടെ വിവാഹം, പ്രണയ ജീവിതം, സിനിമാ ജീവിതം, പ്രശസ്തരുടെ ഇന്റർവ്യൂസ് അടങ്ങിയ ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചു. അതിന് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന പേരും നൽകി. ട്രെയിലർ ഒരാഴ്ചയ്ക്ക് മുൻപ് റിലീസായി. നവംബർ 18-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററി പുറത്തിറങ്ങും എന്നും അറിയിച്ചു. എന്നാൽ ഈ സാഹചര്യത്തിൽ ഈ ഡോക്യുമെന്ററിയിൽ നാനും റൌഡിതാൻ എന്ന സിനിമയിലെ പാട്ടിന്റെ ചില വരികൾ ഉൾപ്പെടുത്താൻ നിർമ്മാതാവായ ധനുഷ് സമ്മതിക്കുന്നില്ല എന്ന ഒരു കുറ്റാരോപണം നയൻതാര നടത്തി. കൂടാതെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയ ചില ദൃശ്യങ്ങൾക്ക് 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ച് നോട്ടീസ് അയച്ചതായും നയൻതാര പറഞ്ഞു. ഇങ്ങനെ നടൻ ധനുഷിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് നടിയായ നയൻതാര. അങ്ങനെ നടി പറഞ്ഞിട്ടുള്ള കുറ്റാരോപണങ്ങൾ എന്തെല്ലാം? അവരുടെ കത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിനു പുറകിലെ സത്യങ്ങൾ എന്തെല്ലാം? ആദ്യം അവർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ എന്ത് പറഞ്ഞു എന്നുള്ളതറിയണം. അതിനുശേഷം ഇതിന് പുറകിലെ സത്യവും ബിസിനസ്സും അറിയാം. നയൻതാര സിനിമാ മേഖലയിലേക്ക് വന്നത് എങ്ങനെയാണ്, ധനുഷ് സിനിമാ മേഖലയിലേക്ക് വന്നത് എങ്ങനെയാണെന്നും നയൻതാര ചൂണ്ടിക്കാണിച്ചു. പല തെറ്റായ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ധനുഷായ നിങ്ങൾ കസ്തൂരി രാജയുടെ മകൻ, സെൽവരാഘവൻ എന്ന മികച്ച ഡയറക്ടറുടെ സഹോദരനായി നിങ്ങൾ സിനിമാ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ഞാൻ അങ്ങനെയല്ല. യാതൊരു സഹായവും ഇല്ലാതെ മുഴുവൻ അർപ്പണ ബോധത്തോടുകൂടി, ന്യായമായ അധ്വാനത്തോടുകൂടി ഞാൻ ഇവിടെ എത്തി. എന്റെ ആരാധകർക്കും ഇത് നന്നായി അറിയാം. ഇങ്ങനെ രണ്ടുപേരുടെയും സിനിമാ മേഖലയിലെ അരങ്ങേറ്റത്തെക്കുറിച്ച് പറഞ്ഞ് തന്റെ വിമർശനങ്ങൾക്ക് തുടക്കം കുറിച്ചു. രണ്ടാമത്, ഈ ഡോക്യുമെന്ററി എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതായി മാറുന്നു, ഇതിൽ എത്രത്തോളം അധ്വാനമുണ്ടെന്നും പറയുന്നു. ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നത് കാണാൻ എന്റെ ആരാധകരും അഭിനയകാംക്ഷികളും ഏറെ നാളായി കാത്തിരിക്കുകയാണ്. ഈ പ്രോജക്റ്റിന് നേരെ വന്ന എല്ലാ പ്രതിസന്ധികളും ഞങ്ങൾ നേരിട്ടു. വലിയൊരു കൂട്ടം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരും സിനിമയിലെ സുഹൃത്തുക്കളും ഇതിനോട് യോജിച്ച് പ്രവർത്തിച്ചു. നിങ്ങൾ എനിക്കെതിരെയും എന്റെ ചിത്രത്തിനെതിരെയും എന്റെ പങ്കാളിക്കെതിരെയും പ്രകടിപ്പിക്കുന്ന പക ഞങ്ങളെ മാത്രം അല്ല ബാധിക്കുന്നത്. ഇതിനുവേണ്ടി സമയം ചിലവിട്ട് കഠിനാധ്വാനം ചെയ്ത ആളുകളെ കൂടിയാണ്. എന്നെക്കുറിച്ചും എന്റെ ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള ഈ ഡോക്യുമെന്ററി സിനിമയിൽ എന്റെ ഒരുപാട് അഭ്യുതകാംക്ഷികളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ചില ചിത്രങ്ങളിൽ നിന്നുള്ള ഓർമ്മകൾ അവർ സ്നേഹത്തോടെ പങ്കിടുന്നുമുണ്ട്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സ്പെഷ്യലുമായ, ഞാൻ എന്നും എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നാനും റൌഡിതാൻ എന്ന സിനിമയിലെ ചെറിയ ഭാഗം പോലും ചേർക്കാൻ നിങ്ങൾ അനുവദിച്ചില്ല. നീണ്ട 2 വർഷം എനിക്ക് നിങ്ങളുമായി പൊരുതേണ്ടി വന്നു. എതിർപ്പ് ഇല്ല എന്നുള്ള നിങ്ങളുടെ സാക്ഷ്യപത്രവും ഡോക്യുമെന്ററി പുറത്തിറക്കാനുള്ള നിങ്ങളുടെ അനുവാദവും വേണ്ടിയിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ അത് വിട്ടുകളയാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നാനും റൌഡിതാൻ എന്ന സിനിമയിലെ ഗാനരംഗങ്ങളും മറ്റു ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ നിങ്ങൾ വിസമ്മതിച്ചതിനെ തുടർന്ന് ഞങ്ങൾക്ക് ആ ഡോക്യുമെന്ററി തന്നെ റീ എഡിറ്റ് ചെയ്യേണ്ടി വന്നു. പല തവണ അഭ്യർത്ഥിച്ചിട്ടും സ്റ്റിൽ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടുത്താൻ പോലും നിങ്ങൾ അനുവദിച്ചില്ല. ഇന്നും പ്രശംസിക്കപ്പെടുന്നതാണ് നാനും റൌഡിതാൻ എന്ന സിനിമയിലെ ഗാനങ്ങൾ. കാരണം അതിലെ വരികൾ ശുദ്ധമായ വൈകാരികതയിൽ നിന്നും ഉണ്ടായതാണ്. ഡോക്യുമെന്ററിയിൽ ഇതിലും നല്ല സംഗീതം ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് അപേക്ഷിച്ചത്. പാട്ടിലെ വരികൾ പോലും ഉൾപ്പെടുത്താനുള്ള അവസരം നിങ്ങൾ നിഷേധിച്ചു. ഇത് ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. വിഘ്നേഷ് ശിവൻ എഴുതിയ തങ്കമ്മേ എന്ന ഗാനം സിനിമയിലും ഇവരുടെ പ്രണയത്തിലും പ്രധാനപ്പെട്ടതായിരുന്നു. ധനുഷിന്റെ ഈ നിസ്സഹകരണത്തിനുള്ള കാരണം കച്ചവട താൽപര്യങ്ങളോ സാമ്പത്തിക വിഷയമോ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. തങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ദിവസം തീരുമാനം എടുക്കാതെ മനഃപൂർവ്വം വൈകിപ്പിച്ചത് എന്നും നയൻ ആരോപിക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ റിലീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ അയച്ച വക്കീൽ നോട്ടീസാണ് എന്നെ ഏറെ ഞെട്ടിപ്പിച്ചത്. വെറും 3 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യശകലങ്ങൾ ഉപയോഗിച്ചതിന് നിങ്ങൾ ചോദ്യം ചെയ്ത വരികൾ വായിച്ച് ഞെട്ടിപ്പോയി. ഞങ്ങളുടെ സ്വന്തം ഡിവൈസുകളിൽ പകർത്തിയ വീഡിയോസ് ആയിരുന്നു അത്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചരണത്തിലുള്ളവയും. ചിത്രീകരണത്തിനിടെയുള്ള 3 സെക്കൻഡ് വീഡിയോ ഉൾപ്പെടുത്തിയതിന് നിങ്ങൾ നഷ്ടപരിഹാരം ചോദിച്ചത് 10 കോടി രൂപയാണ്.
നിഷ്കളങ്കരായ ആരാധകർക്ക് മുൻപിലും ഓഡിയോ ലോഞ്ചുകൾക്കിടയിലും നിങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ പകുതി പോലും യഥാർത്ഥമല്ല. ധനുഷ് പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ് എന്ന് മറ്റാർക്കറിയില്ലെങ്കിലും തങ്ങൾക്കറിയാമെന്ന് നയൻതാര പറയുന്നു. നിർമ്മാതാവ് എന്ന നിലയിൽ ധനുഷിന്റെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് നാനും റൌഡി താൻ. ആ സിനിമയെക്കുറിച്ച് പറഞ്ഞ അത്യന്തം മോശമായ വാക്കുകളെല്ലാം ഞാൻ ഓർത്തിരിക്കുന്നു. റിലീസിന് മുൻപ് പറഞ്ഞ വാക്കുകൾ തങ്ങളിൽ ഉണങ്ങാത്ത മുറിവുണ്ടാക്കിയെന്നും നയൻ പറയുന്നു. സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയത് ധനുഷിന്റെ അകംഭാവത്തെ ഉണർത്തിയെന്നും സിനിമയിലെ മറ്റു സുഹൃത്തുക്കളിലൂടെ അത് താൻ മനസ്സിലാക്കിയെന്നും നയൻതാര പറഞ്ഞു. 2016 ഫിലിം ഫെയർ അവാർഡ് ഷോ കണ്ട ആർക്കും ചിത്രത്തിന്റെ വിജയത്തിൽ ധനുഷിനുണ്ടായ നീരസം മനസ്സിലാക്കാൻ സാധിക്കും. Dhanush absolutely hated my performance in Nanum Rowdythan. I'll probably make it better next time. സിനിമാ മേഖലയിൽ മത്സരങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രമുഖ വ്യക്തികൾ ആരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാറില്ല. അത്തരം വിഷയങ്ങളിലെ ആദരവും മര്യാദയും ഒരാളുടെ ഹൃദയ വിശാലതയെ അനുസരിച്ചിരിക്കും. തമിഴ്നാട്ടിലെ ജനങ്ങളും മനസാക്ഷിയുള്ള ആരും ഇതൊന്നും പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഭൂതകാലത്തിൽ തങ്ങൾക്ക് അറിയാമായിരുന്ന ആളുകളുടെ വിജയത്തിൽ സമാധാനം നഷ്ടമാകുന്ന നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകട്ടെ. ഈ ലോകം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നും നയൻതാര പറഞ്ഞു. സിനിമാ പശ്ചാത്തലം ഒന്നുമില്ലാത്ത സാധാരണക്കാർക്കും സിനിമയിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാകുന്നത് ഉൾക്കൊള്ളാൻ കഴിയണം. മറ്റൊരു വ്യക്തിയുടെ ദുരിതത്തിൽ ആനന്ദം കണ്ടെത്തുന്ന നിങ്ങളെപ്പോലുള്ളവർ എങ്ങനെയാണ് മനുഷ്യരാവുക? സിനിമാ സെറ്റിലെ ഇവരുടെ പ്രണയം ഷൂട്ടിംഗ് നീളാനും സിനിമയുടെ ബഡ്ജറ്റ് കൂടാനും കാരണമായി എന്ന് 2015 തന്നെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. 2016 ഫിലിം ഫെയർ അവാർഡ് വേദിയിൽ ഇരുവരും തമ്മിലുള്ള ശീതയുദ്ധം പരസ്യമായി. ഇവിടെ നയൻതാര പറയുന്നത് വെച്ച് നോക്കിയാൽ അവരെടുത്തിരിക്കുന്ന ഈ വെഡ്ഡിംഗ് ഷൂട്ടൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതിന് നാനും റൌഡി താൻ എന്ന സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ചില സ്റ്റിൽസ് വീഡിയോസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ വിജയിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇതിനകം ഡേറ്റ് അറിയിച്ചതിന് ശേഷം പോലും ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. നയൻതാരയുടെ വിവാഹ കാഴ്ചകൾ റിലീസാകുന്നു എന്നുള്ള രീതിയിൽ വലിയ ചർച്ചാ വിഷയമായില്ല. പക്ഷേ ഇവർക്കുള്ളിലെ ഈ ഒരു ക്ലാഷ്, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളും തീർച്ചയായും ഇതൊരു ബിസിനസ്സായി മാറാനുള്ള സാധ്യതയുണ്ട്. നയൻതാരയുടെ കല്യാണ വീഡിയോസ് മറ്റാർക്കും പുറത്തുവിടാൻ സാധിക്കില്ല. വളരെ വലിയൊരു തുകയ്ക്കാണ് അവർ അത് നെറ്റ്ഫ്ലിക്സിന് നൽകിയത്. പ്രീ വെഡിംഗ് ഷൂട്ടായാലും വിവാഹ ഷൂട്ടിംഗ് ആയാലും വീഡിയോസ് ആയാലും അതിലെ ഓഡിയോസ് ആയാലും എല്ലാം വലിയ വിലയ്ക്ക് വിറ്റു. അപ്പോ അവർ അവരുടെ വിവാഹത്തെ തന്നെ വലിയൊരു വിലയ്ക്ക് വിറ്റു. അതാണ് സത്യം. നമ്മൾ പണം ചിലവാക്കി ഒരു വിവാഹം നടത്തുന്നു, എന്നാൽ അവർ വിവാഹം നടത്താൻ ചിലവാക്കിയ തുക പല മടങ്ങ് തിരികെ ലഭിക്കുന്നതിനു വേണ്ടി ആ വിവാഹത്തെ തന്നെ അവർ നെറ്റ്ഫ്ലിക്സിന് നൽകി. അപ്പോ എല്ലാം പണത്തിനു വേണ്ടി മാത്രമാണ്. ഒന്നുകിൽ ഇപ്പോ നടക്കുന്ന ഈ ചർച്ചകളെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് നയൻതാര ക്രിയേറ്റ് ചെയ്തതാകണം ഒരു ബിസിനസിനു വേണ്ടി. അതല്ല എങ്കിൽ ഏറെ നാളത്തെ പ്രശ്നം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതാകണം. എന്നാൽ ഇവിടെ ആരെ തെറ്റു പറയണം എന്ന ചോദ്യം വരുമ്പോൾ സിനിമാ മേഖലയിലെ അരങ്ങേറ്റത്തെക്കുറിച്ച് നയൻതാര ഇതിനകം പറഞ്ഞു. സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയാണ് ധനുഷ് എന്ന്. അദ്ദേഹം അങ്ങനെയാണ് സിനിമാ മേഖലയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് എന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിനയത്തിന് ഇവിടെ ആരും സമാനമാകില്ല. അദ്ദേഹത്തിന് ആ ഒരു കഴിവുള്ളതുകൊണ്ടാണ് വളരാൻ സാധിച്ചത്. അതുപോലെ നയൻതാരയുടെ ആദ്യകാല സിനിമകളും എടുത്തു നോക്കിയാൽ മനസ്സിലാകും. ഗ്ലാമറസ് ആയ ഒരുപാട് സിനിമകളിൽ നിന്നെല്ലാം അവർ പെട്ടെന്നൊരു ദിവസം പുറത്തേക്ക് വന്നു. ഇപ്പോ ഇവിടെ സത്യം പറഞ്ഞാൽ രണ്ടുപേരുടെയും ഈ പ്രശ്നം പണത്തിനു വേണ്ടി മാത്രമാണ്. നയൻതാരയും ഈ ഡോക്യുമെന്ററി ഫ്രീ ആയിട്ടല്ല ജനങ്ങൾക്ക് നൽകുന്നത്. അവർ തമിഴ്നാട്ടിലെ ജനങ്ങളെക്കുറിച്ചും മനസാക്ഷിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു. എന്നാൽ നമ്മളിവിടെ അറിയേണ്ടത് മാസാമാസം നെറ്റ്ഫ്ലിക്സിൽ പണം അടച്ചാൽ മാത്രമേ നമുക്കതിലെ ഏത് സിനിമയും കാണാൻ സാധിക്കൂ. അപ്പോ നിങ്ങൾ നിങ്ങളുടെ ആരാധകർക്ക്, ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടല്ല ഇത് നൽകുന്നത്. അങ്ങനെ എല്ലാവരും കാണണം, ഫ്രീ ആയി തന്നെ കാണണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂട്യൂബിന് നൽകാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അവിടെയും നിങ്ങൾ പണം തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഇനി നാനും റൌഡി താൻ എന്ന സിനിമയിലെ നിർമ്മാതാവ് ധനുഷാണ്. ആ സിനിമ എടുക്കുന്നതിൽ അയാൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു, ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതിനുള്ളിലെ ചില കാഴ്ചകൾ അത് 3 സെക്കൻഡ് ആയാലും അതിൽ കുറവായാലും അത് അദ്ദേഹത്തിന് മാത്രം സ്വന്തമാണ്. ഒരേയൊരു കണ്ടന്റ്, അതിന്റെ മുഴുവൻ ലൈസൻസും അദ്ദേഹത്തിന്റെ പക്കലാണ് ഉള്ളത്. എന്തൊക്കെയായാലും നയൻതാര ആ സിനിമയിലെ നായകി മാത്രമാണ്. ആ സിനിമയുടെ മുഴുവൻ അവകാശവും ധനുഷിന്റേതാണ്. 3 സെക്കൻഡിനു വേണ്ടി 10 കോടി രൂപ ചോദിച്ചു എന്ന് പറയുന്നു.
അതേസമയം നെറ്റ്ഫ്ലിക്സിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന തുകയിൽ പകുതി എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് മറ്റു രീതിയിൽ കാണാമായിരുന്നു. ഇവിടെ തന്റെ കണ്ടന്റ് അതിന് താൻ പണം ചോദിക്കുന്നു, അല്ലെങ്കിൽ അത് തന്റേതാണ് എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിൽ തെറ്റായി മാറും? ഇതേ നയൻതാരയ്ക്ക് നേരെ പല വിമർശനങ്ങൾ പല വർഷമായി ഉയരുന്നുണ്ട്. ഏതൊരു സിനിമ പ്രമോഷനും പോകാറില്ല. സിനിമ അഭിനയിച്ചതോടുകൂടി തന്റെ ജോലിയെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു നായിക പ്രമോഷൻസിന് നിങ്ങൾ വരികയാണെങ്കിൽ വീണ്ടും ആളുകൾ സിനിമ കാണും, വീണ്ടും ഒരൽപ്പം ലാഭം ലഭിക്കുമല്ലോ എന്ന് നിർമ്മാതാവ് പറഞ്ഞാൽ തനിക്കത് കഴിയില്ല എന്ന് പറയുന്ന നായിക. അങ്ങനെ ഒരു നായിക പണത്തിനു വേണ്ടിയാണ് ധനുഷ് ഇതെല്ലാം ചെയ്യുന്നു എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അന്തിമ വിധി ഇനി കോടതി തന്നെ തീരുമാനിക്കട്ടെ. ഇതിൽ ആരുടെ ഭാഗത്ത് ന്യായമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നയൻതാരയുടെ ഈ വിമർശനങ്ങൾക്കും ധനുഷിന്റെ പ്രതികരണത്തോടുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.